വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. 100 News in #1 election channel 24. നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പുറത്തിറക്കി UDF. നാട് നന്നാകാൻ UDF എന്ന മുദ്രാവാക്യം. സീറ്റ് വിഭജനം നാളെയോടുകൂടി പൂർത്തിയാകുമെന്ന് രമേശ് ചെന്നിത്തല. ജോസഫ് വിഭാഗവുമായി വീണ്ടും തർക്കം. ഏറ്റുമാനൂരും കാഞ്ഞിരപ്പള്ളിയും പേരാമ്പ്രയും വിട്ടുതരില്ലെന്ന് കോൺഗ്രസ്. ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്ന പേരിൽ പുറത്തുവന്നത് ഊഹാപോഹങ്ങളെന്ന് KPA മജീദ്. പാലക്കാട്ട് നേതൃത്വവുമായി കലഹിച്ച AV ഗോപിനാഥിനെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കം പാളി. നേതൃത്വവുമായി ഒത്തുപോകാൻ കഴിയില്ലെന്ന് KC വേണുഗോപാലിനെയും K സുധാകരനെയും അറിയിച്ചു. ഗോപിനാഥ് കോൺഗ്രസ് വിട്ട് പുറത്തുവന്നാൽ അനാഥമാകില്ലെന്ന് ആവർത്തിച്ച് AK ബാലൻ. വയനാട് കോൺഗ്രസിൽ വീണ്ടും പ്രതിസന്ധി. KPCC സെക്രട്ടറി MS വിശ്വനാഥൻ പാർട്ടി വിട്ടു. ബത്തേരിയിൽ LDF സ്ഥാനാർത്ഥിയായേക്കും. ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി സീറ്റുകളെ ചൊല്ലി LDFൽ തർക്കം. 2 മണ്ഡലങ്ങളും വിട്ടുതരാൻ കഴിയില്ലെന്ന് കേരള കോൺഗ്രസ് M. കാഞ്ഞിരപ്പള്ളിക്ക് പകരം ചങ്ങനാശ്ശേരി വേണമെന്ന് CPIM സ്ഥാനാർത്ഥികളെ ഈ മാസം 10 പ്രഖ്യാപിക്കും. മത്സരകാര്യത്തിൽ പ്രതികരിക്കാതെ മന്ത്രി EP ജയരാജൻ. ഈ മാസം 11 മണ്ഡലത്തിൽ തിരിച്ചെത്തുമെന്ന് PV അൻവർ MLA. ശോഭാ സുരേന്ദ്രൻ ഇല്ലാതെ BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. E ശ്രീധരനെ ഉൾപ്പെടുത്തി. തീവ്ര ഹിന്ദുത്വ നിലപാടുമായി BJP പ്രകടന പത്രിക. പത്തനംതിട്ട ജില്ലയുടെ പേര് ശബരിമല എന്നാക്കി മാറ്റുമെന്ന് വാഗ്ദാനം. യാക്കോബായ ഓർത്തഡോക്സ് പ്രതിനിധികളുമായി ചർച്ച നടത്തി RSS നേതൃത്വം. NDAയിലേക്കില്ലെന്ന് PC ജോർജ്. പൂഞ്ഞാറിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. കിഫ്ബിക്കെതിരെ കേസെടുത്ത എൻഫോഴ്സ്മെന്റ് നടപടിയെ വിമർശിച്ച് മുഖ്യമന്ത്രി. നടപടി പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. രാഷ്ട്രീയ പ്രേരിത നീക്കമെന്ന് മുഖ്യമന്ത്രി. കിഫ്ബി CEOയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മറ്റന്നാൾ കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം. പ്രതിപക്ഷത്തെ സഹായിക്കാൻ കേന്ദ്ര ധനമന്ത്രി EDയെ കളത്തിലിറക്കിയെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. ED അന്വേഷണത്തിൽ ദുരൂഹതയെന്ന് പ്രതിപക്ഷ നേതാവ്. ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ CPIM RSS സമാധാന ചർച്ച നടന്നുവെന്ന് CPIM നേതാവ് P ജയരാജൻ. ചർച്ചയെ രാഷ്ട്രീയ ബാന്ധവമാക്കി ചിത്രീകരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി. ചർച്ചയെക്കുറിച്ച് അറിയില്ലെന്ന് മന്ത്രി AK ബാലൻ. ശ്രീ എമ്മിന് യോഗ സെന്ററിനായി സ്ഥലം നൽകിയതിനെ ന്യായീകരിച്ച് നിയമമന്ത്രി. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ. ഫിഷറീസ് വകുപ്പ് ഏതെങ്കിലും ഫയലിൽ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ തെളിവ് ഹാജരാക്കണം. പ്രതിപക്ഷ നേതാവിന്റേത് രാഷ്ട്രീയ ഗൂഢാലോചന. KSINC MD N പ്രശാന്തിന്റേത് അസാധാരണ നടപടികളെന്നും മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ 24നോട്. കാസർഗോഡ് ബേക്കറിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മുങ്ങി. ബോട്ടിൽ 6 പേർ ഉള്ളതായി വിവരം. ബോട്ടിലുള്ളത് തിരുവനന്തപുരം സ്വദേശികൾ. അപകടം നടന്ന സ്ഥലത്തേക്ക് തീരദേശ പോലീസിന്റെ സംഘം പുറപ്പെട്ടു. അപകടം നടന്നത് കരയിൽ നിന്ന് 15 നോട്ടിക്കൽ മൈൽ അകലെ. കേന്ദ്ര സർക്കാരുമായുള്ള വിയോജിപ്പ് രാജ്യദ്രോഹമല്ലെന്ന് സുപ്രീംകോടതി. പരാമർശം ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളക്കെതിരായ ഹർജി പരിഗണിക്കുമ്പോൾ ഇന്ത്യയെ എതിർക്കാൻ ഫാറൂഖ് അബ്ദുള്ള ചൈനയുടെയും പാകിസ്ഥാന്റെയും സഹായം തേടിയെന്ന ആരോപണത്തിന് തെളിവില്ലെന്നും സുപ്രീംകോടതി. ഹർജിക്കാരന് 50,000 രൂപ പിഴ ശിക്ഷ. ജാമ്യം നേടാൻ കോടതിയെ കബളിപ്പിച്ചോ എന്ന് VK ഇബ്രാഹിം കുഞ്ഞിനോട് ഹൈക്കോടതി. പൊതുവേദികളിൽ മുൻ മന്ത്രിയെ കണ്ടെന്ന് പരാമർശം. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകരുതെന്ന് സംസ്ഥാന സർക്കാർ. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം നേടിയ MLA പൊതുവേദികളിൽ സജീവമെന്നും പ്രോസിക്യൂഷൻ. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി സമർപ്പിച്ച ഹർജി പിൻവലിച്ചു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും മുഖ്യമന്ത്രി പിണറായി വിജയനും കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. വാക്സിനേഷനെതിരായ പ്രചാരണങ്ങൾ തള്ളണമെന്ന് മുഖ്യമന്ത്രി. കോവിൻ പോർട്ടലിലെ തകരാർ പരിഹരിക്കാൻ 4 ദിവസം വേണ്ടിവരുമെന്ന് ആരോഗ്യ മന്ത്രാലയം. മിൽമയ്ക്കെതിരെ ഹൈക്കോടതി. പാൽ ഉത്പന്നങ്ങൾ തുടങ്ങിയവയുടെ ഗുണനിലവാര പരിശോധനയ്ക്ക് മെഷീൻ വാങ്ങാനുള്ള കരാറിൽ ക്രമക്കേട് നടന്നുവെന്ന് കണ്ടെത്തൽ. യോഗ്യതയുള്ള കമ്പനി ഒഴിവാക്കാൻ നീക്കം നടന്നതായി കോടതി. സംസ്ഥാനത്ത് 2765 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 59,646 സാമ്പിളുകൾ. 4031 പേർ ഇന്ന് രോഗമുക്തരായി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 15 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ആകെ മരണം 4241. ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചില കേന്ദ്രങ്ങൾ കള്ളവാർത്ത പ്രചരിപ്പിക്കുന്നുവെന്ന് മന്ത്രി AK ബാലൻ 24നോട്. പ്രൊഫഷണലുകളെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം പാർട്ടിയുടേത്. പുറത്തുവന്ന വാർത്തകൾ തെറ്റെന്നും ആരൊക്കെ മത്സരിക്കുമെന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും AK ബാലൻ. തിരുവനന്തപുരത്ത് കരമനയാറ്റിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. കുളിക്കാനെത്തിയ 4 പേരിൽ 2 പേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. വെള്ളനാട് സ്വദേശികളായ സൂര്യ, അക്ഷയ്, കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഈ കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കാണാം. കേരള ബാറ്റ്.
CPIM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ ഭാര്യ ആർ ബിന്ദു ഇരിങ്ങാലക്കുടയിലെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ. ഗുരുവായൂരിൽ KV അബ്ദുൽ ഖാദറിനെ മാറ്റും. അന്തിമ പട്ടികയിൽ മുതിർന്ന നേതാവ് ബേബി ജോണും ചാവക്കാട് ഏരിയ സെക്രട്ടറി അക്ബറും ഇടം പിടിച്ചു. വയനാട്ടിൽ CPIM-ൽ നിന്ന് നേതാക്കളുടെ രാജി. CPIM പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗവും ആദിവാസി ക്ഷേമ സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ EA ശങ്കരൻ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. KPCC സെക്രട്ടറി MS വിശ്വനാഥനെ പാർട്ടിയിലെടുത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. പാലക്കാട് മലമ്പുഴ സീറ്റ് ഭാരതീയ ജനതാദളിന് കൈമാറാൻ UDF-ൽ ആലോചന. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ സ്ഥാനാർത്ഥിയായേക്കും. എതിർപ്പുമായി ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. ആലുവയിൽ സ്ഥാനാർത്ഥി നിർണയ നീക്കത്തിനെതിരെ CPIM-ൽ ആഭ്യന്തര കലഹം രൂക്ഷം. UDF MLA ആയിരുന്ന K മുഹമ്മദ് അലിയുടെ മകന്റെ ഭാര്യ ഷെൽന നിഷാദിനെ LDF സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ എതിർപ്പുമായി ഒരു വിഭാഗം. പാർട്ടി പ്രവർത്തകരെ അവഗണിച്ച് നേതാക്കൾ സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം. തിരുവനന്തപുരത്ത് ജോസഫ് വാഴയ്ക്കനെതിരെ പോസ്റ്റർ. വാഴയ്ക്കൻ മൂവാറ്റുപുഴ സീറ്റിന് അർഹനല്ലെന്ന് പോസ്റ്ററിൽ. സേവ് കോൺഗ്രസ് സേവ് മൂവാറ്റുപുഴ എന്ന പേരിലാണ് പോസ്റ്റർ. പാർട്ടിയിൽ നിന്നുള്ളവർ തന്നെയാണ് പോസ്റ്ററിന് പിന്നിലെന്ന് ജോസഫ് വാഴയ്ക്കൻ. UDF സീറ്റ് വിഭജന ചർച്ചയിൽ പുതിയ ഫോർമുലയുമായി ജോസഫ് ഗ്രൂപ്പ്. മൂവാറ്റുപുഴ ലഭിച്ചാൽ കോട്ടയത്തെ 2 സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാർ. കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും നൽകാമെന്ന് ജോസഫ് ഗ്രൂപ്പ്. സൗകര്യമുള്ള സീറ്റ് ലഭിച്ചാൽ മത്സരിക്കുമെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. പ്രത്യേകിച്ച് ഒരു മണ്ഡലവും നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല. സ്വതന്ത്രനായി മത്സരിക്കില്ലെന്നും കെമാൽ പാഷ. ചേലക്കരയിലെ യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിനെതിരെ താക്കീതുമായി തൃശൂർ DCC പ്രസിഡന്റ് MP വിൻസെന്റ്. ചേലക്കര സീറ്റ് ലീഗിന് നൽകുന്നത് ചർച്ച ചെയ്തിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങളിൽ പ്രമേയങ്ങൾ ഇറക്കിയാൽ നടപടിയുണ്ടാകും. കൂടുതൽ സീറ്റുകൾ തൃശൂർ ജില്ലയിൽ ഘടകകക്ഷികൾക്ക് ഒരു കാരണവശാലും കൊടുക്കില്ലെന്നും DCC പ്രസിഡന്റ് 24-നോട്. സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക തയ്യാറാക്കാൻ തൃശൂരിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. ഇരിങ്ങാലക്കുട ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കാൻ സാധ്യത. മന്ത്രിമാരായ AC മൊയ്തീൻ കുന്നംകുളത്തും C രവീന്ദ്രനാഥ് പുതുക്കാടും ജനവിധി തേടും. കോഴിക്കോട് നോർത്തിൽ LDF സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് സംവിധായകൻ രഞ്ജിത്ത് പിന്മാറിയേക്കും. നോർത്തിൽ പ്രദീപ് കുമാർ തന്നെ വീണ്ടും മത്സരിക്കാൻ സാധ്യത. മന്ത്രി TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ നിന്ന് ഇക്കുറിയും ജനവിധി തേടിയേക്കും. കാസർകോട്ട് ലീഗിന് വിമത സ്ഥാനാർത്ഥി. MSF മുൻ ജില്ലാ സെക്രട്ടറി CA അബ്ദുൽ ഹമീദ് മത്സരിക്കും. സ്വതന്ത്രനായാണ് മത്സരിക്കുന്നതെന്നും ലീഗിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നില്ലെന്നും അബ്ദുൽ ഹമീദ്. ദേശീയ വാർത്തകൾ. രാജ്യത്ത് 14,989 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ 98 മരണം. 13,123 പേർക്ക് രോഗമുക്തി. കോവിൻ പോർട്ടലിലെ തകരാർ പരിഹരിക്കാൻ 4 ദിവസമെടുക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം. ഇപ്പോഴും സാങ്കേതിക പ്രശ്നങ്ങൾ തുടരുന്നു. 25 ലക്ഷത്തോളം പേർ കോവിൻ ആപ്പിലൂടെ വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്തതായും ആരോഗ്യ മന്ത്രാലയം. കോവിഡ് വാക്സിൻ കോവാക്സിന്റെ 3ാം ഘട്ട പരീക്ഷണ ഫലം പുറത്തുവിട്ട് ഭാരത് ബയോടെക്. കോവാക്സിൻ 81% ഫലപ്രദം. പരീക്ഷണം നടത്തിയത് 25,800 പേരിൽ. ഇന്ധനവില നിയന്ത്രിക്കാൻ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. വില കുറയ്ക്കുമ്പോഴുള്ള ബാധ്യത എണ്ണക്കമ്പനികളും വഹിക്കണമെന്ന് കേന്ദ്രം. നികുതി കുറച്ച് വില നിയന്ത്രിക്കണമെന്ന കമ്പനികളുടെ നിലപാട് കേന്ദ്രം തള്ളി. മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ ധനമന്ത്രാലയത്തിന് നിർദ്ദേശം. നികുതിയിൽ ഇളവ് വരുത്താൻ സംസ്ഥാനങ്ങളുമായി ഉദ്യോഗസ്ഥതല ചർച്ച. ടൂൾ കിറ്റ് കേസുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് കൂടി ട്രാൻസിറ്റ് ജാമ്യം അനുവദിച്ച് ബോംബെ ഹൈക്കോടതി. ശുഭം കൗർ ചന്ദേരിക്കാണ് ജാമ്യം ലഭിച്ചത്. ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് നൽകിയത് 10 ദിവസത്തെ താത്കാലിക ജാമ്യം. കർണാടക കൃഷിമന്ത്രി വീട്ടിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ്പെടുത്ത സംഭവത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നടപടി വാക്സിൻ സ്വീകരിക്കുന്ന ചിത്രം പ്രചരിച്ചതിന് പിന്നാലെ. പ്രോട്ടോകോൾ പ്രകാരം വീട്ടിൽ വാക്സിൻ സ്വീകരിക്കാൻ പാടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം സെക്രട്ടറി രാജേഷ് ഭൂഷൺ. ഭീമ കൊറേഗാവ് കേസിൽ ആക്ടിവിസ്റ്റ് ഗൗതം നവ്ലാഖ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ NIA-ക്ക് സുപ്രീം കോടതി നോട്ടീസ്. ഈ മാസം 15-ന് മുൻപ് നിലപാട് അറിയിക്കണമെന്ന് ജസ്റ്റിസ് UU ലളിത് അധ്യക്ഷനായ ബെഞ്ച്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്ന് ഗൗതം നവ്ലാഖ. രാജ്യത്ത് പൊതുവായി മിനിമം കൂലി ചട്ടം വരുന്നു. മിനിമം കൂലി നിശ്ചയിക്കുന്നത് ഏപ്രിൽ 1 മുതൽ ദേശീയ തൊഴിൽ ചട്ടം നിലവിൽ വരുന്നതിന്റെ ഭാഗമായി. മിനിമം കൂലി നിയമവ്യവസ്ഥയാക്കുന്നതിനാൽ സംസ്ഥാനങ്ങൾക്ക് ഇതിൽ കുറഞ്ഞ കൂലി നിശ്ചയിക്കാനാകില്ല. നടപടി ദേശീയ തൊഴിൽ കോഡ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി. കർഷകർക്കും തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് ജയിൽ മോചിതയായ നോദീപ് കൗർ. പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്നത് ഭരണകൂടത്തിന്റെ ഭയത്തെയാണ് വെളിപ്പെടുത്തുന്നതെന്നും നോദീപ്.
കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നാളെ ബംഗ്ലാദേശിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായാണ് ജയശങ്കർ രാജ്യത്തെത്തുന്നത്. ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി AK അബ്ദുൾ മെമനുമായി ചർച്ച നടത്തും. സംയുക്ത സൈനിക പരിശീലനമായ രുദ്ര കവച് സമാപിച്ചു. രുദ്ര അറ്റാക്ക് ഹെലികോപ്റ്റർ സ്ക്വാഡ്രോണും സൈന്യത്തിന്റെ യന്ത്രവത്കൃത നിരയും പരിശീലനത്തിന്റെ ഭാഗമാകും. പരിശീലന ദൌത്യം പ്രതീക്ഷയ്ക്കൊത്തുയർന്നതായി ഇന്ത്യൻ ആർമി. ഡൽഹിയിൽ BJPക്ക് തിരിച്ചടി. തെരഞ്ഞെടുപ്പ് നടന്ന 5 മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡിൽ എല്ലായിടത്തും തിരിച്ചടി. 4 ആം ആദ്മി പാർട്ടിക്ക് ജയം, ഒരിടത്ത് കോൺഗ്രസിന് നേട്ടം. ഹരിയാനയിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ലഭിക്കുന്ന പാലിന്റെ അളവിൽ 10% കുറവ് രേഖപ്പെടുത്തിയെന്ന് റിപ്പോർട്ട്. സർക്കാർ സൊസൈറ്റികൾക്ക് പാൽ നൽകാത്തത് കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രതിഷേധത്തെ തുടർന്ന്. മഹാരാഷ്ട്ര നാഗ്പൂരിലെ കോവിഡ് വാക്സിനേഷൻ സെന്ററിനെതിരെ പരാതി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സെന്ററിലെ പ്രവർത്തനമെന്ന ആരോപണം. വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്തവർക്കും അല്ലാത്തവർക്കുമായി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടില്ലെന്നും പരാതി. ഫാസ്ടാഗ് സംവിധാനത്തിനെതിരെ ബോംബെ ഹൈക്കോടതിയിൽ പൊതു താത്പര്യ ഹർജി. സാധാരണക്കാർക്കായി ടോൾ പ്ലാസകളിൽ ക്യാഷ് കൌണ്ടറുകൾ സംവിധാനം നിലനിർത്തണമെന്നാവശ്യം. കേന്ദ്രത്തോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു കോടതി. ഹർജിയിൽ വാദം കേൾക്കുക ഈ മാസം 17-ന്. ഇന്ത്യയും ഫിജിയുമായുള്ള ധാരണാപത്രത്തിന് അംഗീകാരം നൽകി കേന്ദ്ര ക്യാബിനറ്റ് യോഗം. കൃഷി, കാർഷിക മേഖല എന്നിവയിലെ സഹകരണം ഉറപ്പാക്കും. കരാർ കാലാവധി 5 വർഷം. മുകേഷ് അംബാനിയുടെ വസതിക്ക് മുന്നിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ കണ്ടെത്തിയ സംഭവം ACP നിതിൻ അലക്കുൻറെ അന്വേഷിക്കും. 800 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതായി പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദ്യം ചെയ്തത് 30 പേര്. ഭാര്യ ഭർത്താവിന്റെ അടിമയല്ലെന്ന് സുപ്രീം കോടതി. കോടതി പരാമർശം തന്നോടൊപ്പം താമസിക്കാൻ ഭാര്യയ്ക്ക് നിർദ്ദേശം നൽകണമെന്ന ഉത്തർപ്രദേശ് സ്വദേശിയുടെ ആവശ്യം തള്ളിക്കൊണ്ട്. ഭാര്യ അടിമയല്ലെന്നും ഭർത്താവിനൊപ്പം ജീവിക്കാൻ നിർബന്ധിക്കാനാകില്ലെന്നും ജസ്റ്റിസ് SK കൗൾ അധ്യക്ഷനായ ബെഞ്ച്. BJP നേതാവും കർണാടക മന്ത്രിയുമായ രമേശ് ജാർകിഹോളി രാജിവെച്ചു. ലൈംഗികാരോപണ വിവാദത്തെ തുടർന്നാണ് രാജി. യുവതിക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന ആരോപണം. ലൈംഗികാരോപണ വീഡിയോ പുറത്തുവന്നിരുന്നു. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് തൃണമൂൽ കോൺഗ്രസ്. വിവിധ പദ്ധതികളിലും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകളിലും നരേന്ദ്രമോദിയുടെ ചിത്രം ഉപയോഗിക്കുന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമെന്ന് TMC. നീക്കം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് പരാതി. സംവിധായകൻ അനുരാഗ് കശ്യപ്, ബോളിവുഡ് താരം തപ്സി പന്നു എന്നിവരുടെ ബൊംബായിലെ വസതികളിൽ ഇൻകം ടാക്സ് റെയ്ഡ്. അനുരാഗ് കശ്യപിന്റെ നിർമ്മാണ കമ്പനിയായ ഫാന്റം ഫിലിംസ് നികുതി വെട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. രാജ്യം ഭരിക്കുന്നത് നാസി ഭരണകൂടമാണെന്ന് വിമർശിച്ച് രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവ്. പ്രതികരണം: അനുരാഗ് കശ്യപിന്റെയും തപസ്വി പന്നുവിന്റെയും വീടുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതിൽ BJP സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചിരുന്നതിനാലാണ് ഇരുവരെയും കേന്ദ്രം വേട്ടയാടാൻ ആരംഭിച്ചതെന്നും തേജസ്വി യാദവ്. അന്താരാഷ്ട്ര വാർത്തകൾ. കോവിഡ് പശ്ചാത്തലത്തിൽ ലോകത്താകെ 16 കോടിയിലധികം കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായി മുടങ്ങിയെന്ന് പഠനം. റിപ്പോർട്ട് പുറത്തുവിട്ട യൂണിസെഫ് 21 കോടിയിലധികം വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക വർഷത്തിന്റെ 4/3 ഭാഗവും നഷ്ടമായെന്നും റിപ്പോർട്ട്. മ്യാൻമറിൽ ഇന്നുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് 7 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു. പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകരെ സൈന്യം തടവിലാക്കിയതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. കഴിഞ്ഞ ദിവസം സുരക്ഷാ സേനയുടെ വെടിവയ്പിൽ 18 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടിരുന്നു. ബ്രസീലിൽ കോവിഡ് മരണനിരക്ക് ഉയരുന്നു. 24 മണിക്കൂറിനുള്ളിൽ 1641 കോവിഡ് മരണം. ലോകത്ത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് ബ്രസീലിൽ. മിഷിഗണിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ്. റെസ്റ്റോറന്റുകളിലും ബാറുകളിലും 50% ആൾക്കാരെ പ്രവേശിപ്പിക്കാം. പൊതുപരിപാടികൾക്കുള്ള നിയന്ത്രണം തുടരും. തീരുമാനം നഗരപ്രദേശങ്ങളിൽ പ്രതിദിന കോവിഡ് കേസുകൾ കുറഞ്ഞ സാഹചര്യത്തിൽ. ദക്ഷിണാഫ്രിക്കൻ അതിതീവ്ര വൈറസ് ബാധിച്ചവർക്ക് മറ്റ് ജനിതകമാറ്റം വന്ന വൈറസ് ബാധിച്ചവരെക്കാൾ പ്രതിരോധശേഷിയെന്ന് വിദഗ്ധർ. ജനിതകമാറ്റം വന്ന ബ്രസീലിയൻ UK വൈറസുകൾ ബാധിക്കുന്നതിനെതിരായ പ്രതിരോധശേഷി രൂപപ്പെടുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ. മെയ് മാസം അവസാനത്തോടെ അമേരിക്കയിലെ മുഴുവൻ മുതിർന്ന പൗരന്മാർക്കും കോവിഡ് പ്രതിരോധ വാക്സിൻ ലഭ്യമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. രാജ്യത്തെ അധ്യാപകരെ കൂടി മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ജോ ബൈഡൻ. ഗ്രീസിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. മ്യാൻമറിലെ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ. മ്യാൻമറിലെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. മ്യാൻമർ ജനതയുടെ പ്രതീക്ഷകളെ അതിക്രമം കൊണ്ട് നശിപ്പിക്കുന്നത് അനുവദിക്കാനാകില്ലെന്നും മാർപ്പാപ്പ.
ദക്ഷിണ സുഡാനിൽ വിമാനാപകടത്തിൽ 10 മരണം, മരിച്ചവരിൽ 2 പേർ പൈലറ്റുമാർ. വിമാനത്തിലുണ്ടായിരുന്നത് 24 പേരെന്ന് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. തെക്ക് കിഴക്കൻ കൊളംബിയയിൽ ഫാർക്ക് വിമതത്താവളത്തിൽ സൈനികാക്രമണം, 10 ഗൊറില്ലകൾ കൊല്ലപ്പെട്ടെന്ന് സൈനിക വക്താവ്. 3 പേർക്ക് പരുക്ക്. സൈനിക നടപടി കലാമറിലെ മുനിസിപ്പൽ ഏരിയയിലെ വിമത കേന്ദ്രത്തിൽ. അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം. റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയ US നടപടി സ്വീകാര്യമല്ലെന്നും കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നും റഷ്യ. ചന്ദ്രനിലേക്കുള്ള വിനോദയാത്രയ്ക്കായി 8 പേരെ ക്ഷണിച്ചു ജാപ്പനീസ് ശതകോടീശ്വരൻ യുസാകു മെസാവ. സൗജന്യ ചന്ദ്രയാത്രയ്ക്ക് അപേക്ഷിക്കേണ്ട വിശദാംശങ്ങൾ പങ്കുവച്ചത് ട്വിറ്ററിൽ. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് വിഭാവനം ചെയ്ത ചന്ദ്രനിലേക്കുള്ള വിനോദയാത്ര തീരുമാനിച്ചിരിക്കുന്നത് 2023-ൽ. ടിഗ്രേ മേഖലയിൽ അറസ്റ്റിലായിരുന്ന 4 മാധ്യമപ്രവർത്തകരെയും പരിഭാഷകരെയും വിട്ടയച്ചു. അറസ്റ്റിലായിരുന്നത് എത്യോപ്യ ടിഗ്രേ മേഖലയിലെ സംഘർഷം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയവർ. ബൊളീവിയയിലെ ഹൈലൻഡ് സർവകലാശാലയിൽ ബാൽക്കണി തകർന്നു വീണ അപകടം, 5 വിദ്യാർത്ഥികൾ മരിച്ചു, 3 പേർക്ക് ഗുരുതര പരുക്ക്. അമേരിക്കയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള ഗ്രേഡ് C ആയി താഴ്ന്നെന്ന് റിപ്പോർട്ട്. റോഡുകളുടെ ശോചനീയാവസ്ഥ, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, സ്റ്റോം വാട്ടർ സിസ്റ്റം എന്നിവ പരിഗണിച്ചാണ് ഗ്രേഡ് നൽകിയത്. റിപ്പോർട്ട് അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സിന്റേത്. അഫ്ഗാനിസ്ഥാനിൽ വനിതാ മാധ്യമപ്രവർത്തകരുടെ കൊലപാതകത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇസ്ലാമിക് സ്റ്റേറ്റ്. IS ആക്രമണത്തിൽ 3 വനിതാ മാധ്യമപ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ആക്രമണമുണ്ടായത് ജലാലാബാദിൽ. ഓസ്ട്രേലിയയിലെ രാജ്യാതിർത്തികളിൽ അടച്ചിടൽ തുടരും. ജൂൺ 17 വരെ അതിർത്തികൾ തുറക്കില്ലെന്ന് സർക്കാർ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചിട്ടിട്ട് 1 വർഷം പിന്നിടുന്നു. ജില്ലാ വാർത്തകൾ. കൊല്ലം ജില്ലയിൽ ഇന്ന് 236 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 232 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 561 പേർ രോഗമുക്തരായി. ഇന്ധനവില വർധനയ്ക്കെതിരെ AIYF കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. 100 കണക്കിന് ഇരുചക്രവാഹനങ്ങൾ തള്ളിയാണ് ചക്രശൃംഖല എന്ന പേരിൽ പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധ പ്രകടനം AIYF സംസ്ഥാന പ്രസിഡന്റ് R സജിലാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 210 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 201 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 112 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 206 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 196 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 16 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ 18,301 പേർക്ക് ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡുകൾ ലഭിച്ചു. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർത്തവർക്കാണ് എപ്പിക് കാർഡ് നൽകി വരുന്നത്. മാർച്ച് 9 വരെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഇടുക്കി ജില്ലയിൽ 91 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 46 പേർ കോവിഡ് രോഗമുക്തി നേടി. ജില്ലയിൽ ഉറവിടം വ്യക്തമല്ലാത്ത 4 കേസുകൾ സ്ഥിരീകരിച്ചു. ഇടുക്കി ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി നടത്തുന്നതിന് പൂർണ്ണ സഹകരണം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വാഗ്ദാനം ചെയ്തു. ജില്ലാ കളക്ടർ H ദിനേശൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് വാഗ്ദാനം. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കളക്ടർ യോഗത്തിൽ വിശദീകരിച്ചു. കോട്ടയം നാഗമ്പടത്ത് ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. മരിച്ചത് നട്ടാശ്ശേരി സ്വദേശി നിഷ. അപകടം ടോറസിനെ മറികടക്കുന്നതിനിടെ. എറണാകുളം എളംകുളത്തിന് സമീപം വീണ്ടും വാഹനാപകടം. ബൈക്ക് റോഡരികിലെ സ്ലാബിലിടിച്ച് യുവാവ് മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 2 പേർക്ക് പരുക്ക്. 7 മാസത്തിനിടെ എളംകുളം വളവിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം 9 ആയി. ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധവുമായി AIYF. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ചക്രശൃംഖല എന്ന പേരിലായിരുന്നു പ്രതിഷേധം. കൊച്ചി സിറ്റിയിൽ ജില്ലാ ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും ചേരാനല്ലൂർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ലഹരി വസ്തുക്കളുമായി 2 യുവാക്കൾ പിടിയിൽ. ആലുവ എടയാർ സ്വദേശി അമീർ, ഫയസ് എന്നിവരാണ് പിടിയിലായത്. 5 LSD സ്റ്റാമ്പും കഞ്ചാവും ഇവരിൽ നിന്ന് കണ്ടെടുത്തു. തൃശൂർ ജില്ലയിൽ 242 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 235 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 307 പേർ രോഗമുക്തരായി. പാലക്കാട് ജില്ലയിൽ ഇന്ന് 101 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 45 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 54 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ 111 പേർ ഇന്ന് രോഗമുക്തരായി. പാലക്കാട് സിവിൽ സ്റ്റേഷന് മുൻവശത്ത് ധർണ സംഘടിപ്പിച്ച് ബാങ്ക് ജീവനക്കാർ. മാർച്ച് 15, 16 തീയതികളിലെ അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിന്റെയും പ്രക്ഷോഭ പരിപാടികളുടെയും ഭാഗമായാണ് നടപടി. പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യവത്കരിക്കുമെന്ന കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്.
പെട്രോൾ ഡീസൽ പാചകവാതക വില വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് മലപ്പുറം ദൂരദർശൻ കേന്ദ്രത്തിന് മുന്നിൽ ചക്രശൃംഖല സംഘടിപ്പിച്ച് AIYF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് KK സമദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 856 ഗ്രാം സ്വർണം പിടികൂടി. കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ജസീം അറസ്റ്റിൽ. മലപ്പുറം ജില്ലയിൽ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന അവകാശികളില്ലാത്ത വാഹനങ്ങൾ ലേലം ചെയ്യുന്നു. ലോറി, മോട്ടോർ സൈക്കിൾ തുടങ്ങി 43 വാഹനങ്ങളാണ് ലേലം ചെയ്യുന്നത്. ലേലം മറ്റന്നാൾ രാവിലെ 9 കൽപ്പകഞ്ചേരി GLP സ്കൂളിൽ നടക്കും. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 399 കോവിഡ് പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 383 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 13 പേരുടെ ഉറവിടം അവ്യക്തം. 605 പേർ കൂടി രോഗമുക്തി നേടി ആശുപത്രി വിട്ടു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ വയനാട്ടിലെ വർക്ക്ഷോപ്പ് തൊഴിലാളികൾ ധർണ നടത്തി. സ്ക്രാപ്പേജ് പോളിസി നിയമം, ഇന്ധനവില വർധന തുടങ്ങിയ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് ധർണ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ നേതൃത്വത്തിൽ BSNL മാനന്തവാടി ഡിവിഷണൽ ഓഫീസിന് മുന്നിലായിരുന്നു സമരം. കണ്ണൂർ ജില്ലയിൽ 128 പേർക്ക് കൂടി കോവിഡ് പോസിറ്റീവായി. സമ്പർക്കത്തിലൂടെ 107 പേർക്ക് കോവിഡ്. ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 7 ആരോഗ്യ പ്രവർത്തകരും. കാസർഗോഡ് ജില്ലയിൽ 109 പേർക്ക് കൂടി കോവിഡ്. 54 പേർ കോവിഡ് മുക്തരായി. നിലവിൽ ജില്ലയിൽ 1373 പേർ ചികിത്സയിൽ. എന്റർടൈൻമെന്റ് ന്യൂസ്. മമ്മൂട്ടി മുഖ്യമന്ത്രിയായി എത്തുന്ന വൺ സിനിമയുടെ പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തു. സന്തോഷ് വിശ്വനാഥാണ് സംവിധായകൻ. ബോബി സഞ്ജയാണ് തിരക്കഥ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനാകുന്ന റെഡ് റിവർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. അശോക് ആർനാഥാണ് സംവിധാനം. സുധീർ കരമന, കൈലാഷ്, ജയശ്രീ ശിവദാസ്, പ്രിയ മേനോൻ എന്നിവർ പ്രധാന വേഷത്തിൽ. ആന്തോളജി ചിത്രമായ ആണും പെണ്ണും മാർച്ച് 26 തിയേറ്ററിലെത്തും. 3 ചിത്രങ്ങളാണ് ആന്തോളജിയിലുള്ളത്. പാർവതി, ആസിഫ് അലി, ജോജു ജോർജ്, ഇന്ദ്രജിത്ത്, സംയുക്ത മേനോൻ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിൽ. ഫാക്ട് ചെക്ക്. കൊൽക്കത്തയിൽ നടന്ന ഇടത് പാർട്ടിയുടെ റാലി ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഒത്തുചേരലായിരുന്നുവെന്ന് BBC റിപ്പോർട്ട് ചെയ്തുവെന്ന് വ്യാജ പ്രചാരണം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28 കൊൽക്കത്തയിൽ നടന്ന റാലിയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രചാരണം. എന്നാൽ ഈ റാലിയുമായി ബന്ധപ്പെട്ട വാർത്ത BBC റിപ്പോർട്ട് ചെയ്തിട്ടില്ല. BBCയുടെ തെറ്റായ ഫോണ്ട് ഉപയോഗിച്ചാണ് വ്യാജ പ്രചാരണം. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മെയ് 7 തീയതി വരെ അവധി പ്രഖ്യാപിച്ചുവെന്ന് പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്നും ഇത്തരമൊരു ഉത്തരവ് സംസ്ഥാനങ്ങൾ പുറത്തിറക്കിയിട്ടില്ലെന്നും ഇരു സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചു. ഇപ്പോൾ കിട്ടിയത്. രാജ്യത്ത് വിതരണം ചെയ്ത കോവിഡ് ഡോസുകളുടെ എണ്ണം 1,63,00,000 കടന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് 2ാം ഘട്ട വാക്സിനേഷൻ തുടങ്ങിയത് ഇന്നലെ. 2018 ടൊറന്റോ വാൻ ആക്രമണത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. കാൽനട യാത്രക്കാർക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറ്റിയതിനെ തുടർന്ന് 10 പേർ കൊല്ലപ്പെടുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന് EDയുടെ നോട്ടീസ്. ഈ മാസം 22 കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. നോട്ടീസ് നോട്ട് നിരോധന കാലത്ത് ചന്ദ്രിക പത്രത്തിന്റെ അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന കേസിൽ. ചൈനീസ് കോവിഡ് വാക്സിൻ സിനോവാക്കിന്റെ കാര്യക്ഷമതയിൽ പരീക്ഷണം പുരോഗമിക്കുന്നു. തുർക്കിയിലെ വിദഗ്ധർ നടത്തിയ 3ാം ഘട്ട പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സിനോവാക്കിന് 83% ഫലപ്രാപ്തിയുണ്ടെന്ന് കണ്ടെത്തൽ. വാക്സിന് 91.25% ഫലപ്രാപ്തിയുണ്ടെന്ന് കമ്പനി അവകാശപ്പെട്ടിരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൽ കാണികളായി വിദേശ പൗരന്മാരെ പ്രവേശിപ്പിക്കുന്നതിൽ തീരുമാനം ഈ മാസം. ജാപ്പനീസ് പൗരന്മാരുടെ ആരോഗ്യസ്ഥിതിക്കാകും മുൻഗണന നൽകുകയെന്ന് ടോക്കിയോ ഒളിമ്പിക്സ് മേധാവി സെയ്കോ ഹാഷിമോട്ടോ. വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ.